Okay, welcome to Sunday. Let's all stand up. Smile on our face. A simple movement to begin with. ഒരു സൺഡേ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. രാവിലെ നേരത്തെ യോഗയാണ്. ആദ്യം കുറച്ച് എക്സസൈസുകളും പ്രാർത്ഥന എക്സസൈസുകൾ കഴിഞ്ഞ് സൂര്യനമസ്കാരം പ്രാണായാമം ഇതൊക്കെയാണ് രാവിലെ ചെയ്യാറുള്ളത്. 4, 5, 6, 7, 8, 9, left foot forward, 10, 11, 12, walk, go back and come forward, 7, without much support from the hands, lift your head and chest up, हाथों का सहारा कम से कम लेते हुए सिर और छाती को थोड़ा और ऊपर उठाए, 8, एड़ियों को जमीन में थोड़ा और पुश करें, रीढ़ की हड्डी को और थोड़ा सा लॉन्ग करना है, lengthen your spine, try to take your tailbone towards the ceiling, 9, right foot forward, 9 is the most challenging pose in the Surya Namaskar. So if your leg does not come all the way in the front, it's absolutely okay. पैर एकदम आगे नहीं आ रहा है हाथों के बीच में तो कोई बात नहीं. 10, 11 and 12. तो 1 से लेके 8 तक थोड़ा 6, 5, 4, 3, 2, 1. In 3, in 4, 6, left side, breathe out. Breathe in from the left. Breathe out from the right. Breathe in from the right. And slowly come back up. धीरे से ऊपर आ जाए. Slowly and gradually, whenever you feel like, you may open. നല്ലൊരു പ്രഭാതമായിരുന്നു ഇന്ന്. ഇന്നേ വരെ എനിക്ക് ഈ മോർണിംഗ് സെഷനിൽ യോഗ ചെയ്യാൻ പറ്റാറില്ല. കാരണം സൺഡേ അധികം ഞാൻ ഇവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നാണ് എനിക്കത് രാവിലത്തെ സെഷൻ പങ്കെടുക്കാൻ പറ്റിയത്. സാധാരണ ഞാൻ എന്നും വൈകുന്നേരം 5 to 6 സെഷനാണ് പങ്കെടുക്കാറുള്ളത്. ഗുരു പറഞ്ഞത്, യോഗ പഠിപ്പിക്കണ ഗുരു പറഞ്ഞത്, പതഞ്ജലി യോഗസൂത്രപ്രകാരം ഈ നമ്മൾ ചെയ്യണ ആസനാസൊന്നും, ഇപ്പോൾ ഇന്ന് ചെയ്തത് സൂര്യനമസ്കാരമാണ്. ഞായറാഴ്ച അധികം രാവിലെ സൂര്യനമസ്കാരമാവും. ബാക്കിയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം ഒരു ദിവസം സൂര്യനമസ്കാരം, ബാക്കി പല ആസനകളും പിന്നെ ശരീരത്തിലെ ഓരോ മൂവ്മെൻറ്റ്സും അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു തരാറ്. പിന്നെ പ്രാണായാമം അതെന്നും ഉണ്ടാവാറുണ്ട്. ഇന്നും സൂര്യനമസ്കാരത്തിന് ശേഷം പ്രാണായാമമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ മനസ്സിനെയാണ് നമ്മളധികം കൺട്രോൾ ചെയ്യേണ്ടത്. മനസ്സും ശരീരവും നമ്മുടെ കൺട്രോളിലാവണം. അപ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗ ചെയ്യണത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് വരെ എൻ്റെ ഒരു ധാരണ നമ്മുടെ ആസനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള എക്സസൈസുകളും എല്ലാം ശരീരഭാരം കുറയ്ക്കാനുള്ളതെന്നാണ്. പക്ഷേ അതെല്ലാം നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് എന്നാണ് പറയുന്നത്. മൈൻഡിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ പതഞ്ജലി യോഗസൂത്രപ്രകാരം പറയണത്
നമുക്ക് എന്നും നമ്മുടെ ചിന്ത, നമ്മുടെ സംസാരങ്ങളിലും ഒക്കെ വരുന്നത് എന്താ, മറ്റുള്ളവർക്ക് അതുണ്ട് നമുക്കതില്ല, അല്ലെങ്കിൽ ഞാൻ മാത്രം എങ്ങനെയാണല്ലോ, അങ്ങനെയുള്ള ആ ചിന്തകളെ നമ്മൾ ഇല്ലാണ്ടാക്കണം. എല്ലാ സാധനവും എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് വേണ്ടപ്പോൾ എൻ്റെ കയ്യിലെത്തും. എനിക്ക് ആവശ്യമുള്ളത് എന്താണോ ആ ആവശ്യമുള്ള സമയത്ത് എൻ്റെ കയ്യിലെത്തും. അങ്ങനെ ഒരു ചിന്തയാണ് അത്ര വേണ്ടത്. അപ്പോൾ അത്രയും ആ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ മൈൻഡിനെ എത്തിക്കുക. അതായത് എല്ലാ സമയവും നമുക്ക് ഒന്നിലും വിഷമമില്ല, എല്ലാ സമയവും നമ്മൾ ഹാപ്പിയാണ്. എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. അതെല്ലാം എന്താണോ ഇല്ലാത്തത് അതെല്ലാം ആ സമയത്ത് എനിക്ക് ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മുടെ കയ്യിലെത്തിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തയാണ് മനസ്സിന് വേണ്ടത്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യോഗയുടെ ലക്ഷ്യം. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. കാരണം രാവിലെ തന്നെ അതൊക്കെ ചെയ്തപ്പോൾ, വൈകുന്നേരം ചെയ്താലും നമുക്ക് നല്ല ഹാപ്പി ആവാറുണ്ട്. അത് കഴിഞ്ഞ് ജപം 6 മണിയാകുമ്പോഴേക്കും വിളക്കോത്ത് ജപിക്കുക, അങ്ങനെ ഒരു റൂട്ടീനാകുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. ഒരു നിമിഷം നമുക്ക് വെറുതെ ഇരിക്കാനില്ല, ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. കർക്കിടമാസത്തിലെ വിശേഷമായിട്ടുള്ളൊരു കാര്യമാണ് ദശപുഷ്പം ചൂടുക എന്നുള്ളത്. ഇവിടെ എന്നും പതിവുള്ളതാണ്. കുറേ കാലങ്ങളായിട്ട് മുടക്കൊന്നും വരാതെ അങ്ങനെ നിലർത്തി പോകുന്നതാണ്. ദശപുഷ്പമൊന്നും കിട്ടാറില്ല. കിട്ടിയ പുഷ്പങ്ങൾ ഇങ്ങനെ എത്ര 3 ആളുണ്ടോ 4 ആളുണ്ടോ ആരൊക്കെ ചൂടെന്ന് വെച്ചാൽ അവർക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഓരോ ഓരിയായിട്ട് എടുത്തു വയ്ക്കും. അങ്ങനെയാണ് പതിവ്. വാഴനാരോണ്ട് കെട്ടാം, അല്ലെങ്കിൽ ഇല വാട്ടിയിട്ട് അങ്ങനെയും കെട്ടാറുണ്ട്. ഇപ്പോൾ കെട്ടലൊന്നും പതിവില്ല. 10 പുഷ്പങ്ങളും കിട്ടാറില്ല. 4, 5, 6 പുഷ്പങ്ങളൊക്കെ തന്നെ കിട്ടാറുള്ളൂ. ബാക്കി തുളസി വെക്കുകയാണ് പതിവ്. അപ്പം മുക്കുറ്റി, ചെറുള, നെൽപ്പന, പൂവാങ്കുറുന്നല, തുളസി, ഇത്രയും കാര്യങ്ങളാണ് അവിടെ കിട്ടാറുള്ളത്. കഴിഞ്ഞ കൊല്ലം മോച്ചമി കിട്ടിയിരുന്നു, പ്രാവശ്യം മോച്ചമി ഇല്ല. മോച്ചമി, തിരുതാളി, ഉഴിഞ്ഞ, കൃഷ്ണക്രാന്തി ഇവരൊന്നും കിട്ടാറില്ല. കറുകയുണ്ട് കേട്ടോ. കറുകയും, മുക്കുറ്റി, ചെറുള, പൂവാങ്കുറുന്നല, നെൽപ്പന, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഇവിടെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അത് ഞാൻ ദിവസവും വെക്കാറുണ്ട്, അത് ചൂടാറുമുണ്ട്. ഇതാണ് നെൽപ്പന. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഓരി എടുത്തു വയ്ക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇവിടെ കുട്ടികളും ഏട്ടനൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞ് വന്നാൽ ഇതെടുത്ത് ചൂടും. അങ്ങനെയാണ് പതിവ്. ദിവസവും അഷ്ടമംഗല്യം വെച്ച് വിളക്ക് കത്തിച്ച് വെച്ച് ഈ പൂക്കളും അതുപോലെ ഒരു ഓടത്തിൽ കുറച്ച് വെള്ളം, ചന്ദനം, ഇതൊക്കെ നമ്മൾ വെക്കും. ശ്രീഭഗവതിക്ക് വെക്കുക എന്നാണ് പറയുക. ശ്രീഭഗവതി ഇവിടെ വന്ന് കുളിച്ച് കുറിയിട്ട് പൂവെന്നൊക്കെയാണ് നമ്മുടെ ഒരു സങ്കല്പമാണ്, ഒരു വിശ്വാസമാണത്. അപ്പോൾ ഈ അഷ്ടമംഗല്യത്തിൽ അരി, നെല്ല്, അക്ഷതം, ചന്ദനമുട്ടി, ഗ്രന്ഥം, പിന്നെ കുറിയിടാൻ കൺമഷി ഉണ്ടാവും, അതുപോലെ ചാന്ത് അല്ലെങ്കിൽ കുങ്കുമം, പിന്നെ ചന്ദനം, ഇത്രയും കാര്യങ്ങളുണ്ടാവുക. പിന്നെ ഒരു വസ്ത്രം, ഇതൊക്കെയാണ് അഷ്ടമംഗല്യത്തിൽ ഉണ്ടാവുക. നമ്മൾ ഈ വാൽക്കണ്ണാടി പിടിച്ചിട്ടാണ് മംഗല്യ സ്ത്രീകൾ കുറിയിടുക. കണ്ണെഴുതുക, ആദ്യം കണ്ണെഴുതുക ചെയ്യുക. കണ്ണെഴുതി കുറിയിട്ട് പൂ ചൂടി എന്നിട്ടാണ് നമ്മൾ ജപിക്കുക. അപ്പോൾ രാവിലെ നേരത്തെ വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ, ശ്രീലാകത്ത് വന്ന് വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ നമ്മൾ ഇവിടെയും വിളക്ക് കൊളുത്തി വെക്കും, ശ്രീ ഭഗവതിക്ക് വെക്കും. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നിട്ടാണ് കണ്ണെഴുതലും കുറിയിടലും പൂ ചൂടലും. പിന്നെ രാമായണം, ഞാൻ അപ്പം തന്നെയാണ് രാമായണം വായിക്കാറ്. പകൽ സമയത്ത് രാമായണം വായിക്കണം എന്നാണ് പറയുക. കാലി പിടിച്ച് പഞ്ചാക്ഷരം ജപിക്കുക. ഇതൊക്കെ രാവിലെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കർക്കിടക മാസത്തിൽ. ദിവസവും രാമായണം വായിക്കാറുണ്ട് കർക്കിടക മാസത്തിൽ എന്നല്ല, കുറേ കാലങ്ങളായിട്ട് കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചിരുന്നു. ഇതെൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്ന പുസ്തകമാണ്.
അപ്പോൾ അമ്മ തന്നപ്പോൾ മുതൽ, അതായത് വർഷങ്ങളായി ഞാൻ വായിക്കാൻ, എനിക്ക് എല്ലാ മാസവും എല്ലാ കർക്കിടകത്തിലും വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നതാണ്. അപ്പോൾ അന്ന് മുതൽ ഞാൻ സ്ഥിരം എല്ലാ മാസവും എല്ലാ കർക്കിടകത്തിലും വായിച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നി അത് കണ്ടിന്യൂ ചെയ്യാമെന്ന്. അങ്ങനെ വർഷം മുഴുവൻ ഒരു തവണ കഴിഞ്ഞാൽ പുസ്തകം കഴിഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ തുടങ്ങും, അങ്ങനെ വായിക്കാറില്ല. ഇപ്പം ഞാൻ ഉത്തരരാമായണമാണ് വായിക്കണത്. അതിൽ രാവണോത്ഭവവും അതുപോലെ രാമായണം ചുരുക്കിയിട്ടാണ് പറയുന്നത്. പക്ഷേ രാവണോത്ഭവത്തിനെ കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അവരുടെ വംശ പരമ്പരയെക്കുറിച്ചും അതുപോലെ രാവണൻ എങ്ങനെയാണ് ഇത്രയും ശക്തിമാനായി മാറിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അധ്യാത്മരാമായണം തന്നെയാണ് വായിക്കണത്. അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു ഭാഗമാണ് ആദിത്യഹൃദയം. അധ്യാത്മരാമായണത്തിൽ ശ്രീരാമനെ രാവണനെ വധിക്കാൻ പറ്റാതെ വരുമ്പോൾ അഗസ്ത്യമുനി ഉപദേശിക്കുകയാണ് ആദിത്യനെ നമസ്കരിക്കണം എന്നുള്ളത്. ആദിത്യമന്ത്രം പറഞ്ഞു കൊടുത്ത് നമസ്കരിക്കാൻ പറയുകയാണ്. ആ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ ദേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ ദേ നമ, സ്ഥാവര ജംഗമാചാര്യായ ദേ നമ, ദേവായ വിശ്വൈക സാക്ഷിണേ ദേ നമ, സത്യപ്രധാനായ തത്വായ ദേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം, ചിത്തം തെളിഞ്ഞഗസ്ത്യ മുക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു. പാകുൽസ്തനം കൂപ്പിനാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരോ ബാന്തേ മരുവിനാൻ. ദിവസവും ആദിത്യമന്ത്രം ചൊല്ലി നമസ്കരിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദിത്യനെ നമസ്കരിച്ച് ദിവസം തുടങ്ങാം. ഞാൻ എന്നും ചെയ്യാറുള്ളതാണ്. വളക്കൊളുത്തി കഴിഞ്ഞാൽ ഈ മന്ത്രം ചൊല്ലി ആദിത്യനെ നമസ്കരിക്കും. വളരെയധികം നമുക്ക് മനസ്സിനൊരു ശക്തിയും ധൈര്യവും മുന്നോട്ട് പോകാനുള്ളൊരു ത്രാണിയും ഒക്കെ അതിലൂടെ നമുക്ക് ലഭിക്കും.